നമ്മൾ മലമ്പുഴയിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് പോവുകയാണ്. വി.എസ്. അച്യുതാനന്ദന്റെ മുൻ പി.എ. ആയ എ. സുരേഷ് മലമ്പുഴയിൽ യു.ഡി.എഫ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ സുരേഷ് നാളെ പങ്കെടുക്കും എന്നുള്ള വിവരവും കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇനി മലമ്പുഴയിൽ നടക്കാൻ പോവുക എന്നുള്ളതാണ്. വി.എസ്. അച്യുതാനന്ദന്റെ സ്വന്തം ഇടം, അവിടെ മുൻ പി.എ. അദ്ദേഹത്തിന്റെ തന്നെ മുൻ പി.എ. സുരേഷ് മലമ്പുഴയിൽ യു.ഡി.എഫ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത എന്നൊക്കെ പറയുന്നുണ്ട്. ഗോകുൽ വി.എസ്. വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ടോ? എന്താണ് അറിയുന്നത്? തീർച്ചയായും ചർച്ച നടത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. KPCC നേതാക്കളടക്കം സുരേഷിനെ കണ്ടു. നാളെ ഒരു പക്ഷേ വി.ഡി. സതീശന്റെ യാത്ര മലമ്പുഴ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ സുരേഷ് പങ്കെടുക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് സുരേഷ് മലമ്പുഴയിൽ സ്വതന്ത്രമായി മത്സരിക്കുമെന്നുള്ളതാണ് അറിയുന്നത്. അത്തരത്തിൽ UDF-നോടൊപ്പം എന്നുള്ളതിനപ്പുറം ഒരു സ്വതന്ത്രമായി മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതനുസരിച്ചുള്ള കടന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ സുരേഷിനെ UDF നേതാക്കൾ സമീപിച്ചിരുന്നു. സുരേഷ് അതിന്റെ ഒരു കൃത്യമായ ഗോകുൽ വി.എസ്. ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ തോതിൽ ചർച്ചയായി പോകുന്ന ഒന്ന് തന്നെയായിരിക്കും. മലമ്പുഴയിലെ കാര്യമാണ്. KPCC നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതും വി.എസ്. അച്യുതാനന്ദന്റെ മുൻ പി.എ. അതേ മലമ്പുഴയിൽ തന്നെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ളൊരു സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. ആ തലത്തിലാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വിവരം അത് മലമ്പുഴയിൽ നിന്നും ഇപ്പോൾ വരുന്നതാണ്. അപ്പോൾ സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ നാളെ സുരേഷ് പങ്കെടുക്കും എന്നത് സംബന്ധിച്ചുള്ളൊരു വിവരവും കൂടി ഇപ്പോൾ മുന്നിലേക്ക് വരുന്നുണ്ട്. ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമോ എന്നാണ് ഇപ്പോൾ അറിയേണ്ടതും. ഗോകുൽ വി.എസ്. തുടരുന്നുണ്ട്. ഗോകുൽ, ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട് എന്നറിയുന്നു. അതും മലമ്പുഴയിലാണ്. വി.എസിന്റേതായിട്ടുള്ള ഒപ്പം തന്നെ മുൻ പി.എ. ആണ്. ഇതിപ്പോൾ എങ്ങനെയായിരിക്കും അവിടെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത? ഈ മലമ്പുഴ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു മണ്ഡലമാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച തന്നെ പറയാവുന്ന ഒരു മണ്ഡലമാണ്. അവിടെയാണ് സുരേഷ് എത്തുന്നത്. സുരേഷ് സ്വാഭാവികമായും മലമ്പുഴയിൽ വി.എസിന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് മലമ്പുഴ. അവിടെ സുരേഷ് എത്തുമ്പോൾ സ്വാഭാവികമായും വി.എസിന്റെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ വിഭാഗീയ പ്രശ്നങ്ങളും എല്ലാം തന്നെ പഴയ പ്രശ്നങ്ങൾ ചർച്ചയാകാൻ സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നേട്ടം മലമ്പുഴ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. കോൺഗ്രസ് വിചാരിക്കുന്നത് അത്തരത്തിൽ മലമ്പുഴ പോലൊരു മണ്ഡലത്തിൽ മറ്റു നേതാക്കളൊന്നും തന്നെ ഇപ്പോൾ മത്സരിക്കുമ്പോൾ എത്രമാത്രം പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നറിയില്ല. എന്നാൽ സുരേഷ് ആകുമ്പോൾ വി എസിന്റെ ഓർമ്മകൾ കൂടി ഓർത്താകുമെന്നാണ് കോൺഗ്രസും UDF-ഉം ഒക്കെ പ്രതീക്ഷിക്കുന്നത്.